ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിന്റെ വലിയ ചൈതന്യം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ വചന ശുശ്രൂഷയ്ക്കായി എടുക്കുക എസ്തേറിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായമാണ്. എസ്തേറിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എസ്തേറിന്റെ പ്രാർത്ഥനയാണ്. ദൈവം തെരഞ്ഞെടുത്ത 4 വ്യക്തികളെ കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടു. അതുപോലെ ദൈവം തനിക്ക് ഉപയോഗിക്കാനായി തന്റെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയും ദൈവാനുഗ്രഹങ്ങളും വെളിപ്പെടുത്തുവാനായി ദൈവം നിയോഗിച്ച വ്യക്തിയാണ് എസ്തേർ രാജ്ഞി. എസ്തേർ രാജ്ഞിയുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ 1-ാം വചനം ഇങ്ങനെ പറയുകയാണ്: എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടി. പ്രിയപ്പെട്ടവരെ, അവളെ സംബന്ധിച്ചിടത്തോളം യഹൂദ ജനം മുഴുവൻ നശിക്കാൻ പോകുന്നുവെന്ന് മൊർദെഖായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൊർദെഖായി ദൈവസന്നിധിയിൽ എസ്തേറിനെ കൊണ്ട് ദൈവത്തിന്റെ വലിയ കൃപ ദൈവജനത്തിന് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതാണ് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 17-ാമത്തെ വചനം 13-17: എന്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതം ദൈവത്തിലേക്കുള്ള ഒരു പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ ദൈവജനത്തിന്റെ മേൽ വലിയ നാശം വരാൻ ആഗ്രഹിച്ചിരിക്കുന്നുവെന്നറിഞ്ഞ് മൊർദെഖായി 13-ാമത്തെ അധ്യായത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ, എന്നിട്ടോ ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ വചനം ഈശോ തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ വിലപിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്സവമായി മാറുവാൻ, നമ്മുടെ കർത്താവിന്റെ അവകാശമായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളുടെയും മേൽ ദൈവത്തിന്റെ വലിയ കരുണയുണ്ടാകാൻ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം സ്വർഗം മനുഷ്യ മക്കളോട് കാണിച്ച കരുണയാണ് ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ കൂടുതലായി ഉത്തേജിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടെ ബൈബിൾ എടുത്തു വെച്ച് നമുക്ക് ഈ വചനം പ്രാർത്ഥിക്കാം. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്കണ്ഠകൾ ഏറെ ഉണ്ടാകുമ്പോൾ ഓടേണ്ടതും ഇരിക്കേണ്ടതും യേശുക്രിസ്തുവിന്റെ പാദാന്തികത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ചു. താൻ എന്തിലൊക്കെയാണ് തന്നെ അലങ്കരിച്ചിരുന്നത് അതെല്ലാം അവൾ ഉപേക്ഷിക്കുക. തന്റെ ജീവിതത്തിൽ തനിക്ക് മാനുഷിക സന്തോഷങ്ങൾ തരുന്ന എല്ലാം അവൾ അഴിച്ചു മാറ്റുകയാണ്. ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൽ തന്നെ അവൾ അടയാളങ്ങൾ പതിക്കുകയാണ്. കർത്താവേ, ഞാൻ എന്റെ ശരീരത്തെ പോലും നിന്റെ മുമ്പില് ഒന്നുമല്ലാതായി കാണുകയാണ്. എന്റെ ശരീരത്തെ ഞാൻ വിലപ്പെട്ടതായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ നിന്റെ മുമ്പില് അതിനെ അലങ്കരിക്കാനായി ഞാൻ ഉപയോഗിക്കുന്ന മോടി പിടിച്ച വസ്ത്രങ്ങൾ പോലും ഞാൻ എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് വിലാപത്തിന്റെ വസ്ത്രം അവൾ ധരിക്കുകയാണ്. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഈ നോമ്പ് കാലത്ത് ആത്മശരീരങ്ങളുടെ ഒരു വലിയ വിശുദ്ധീകരണമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തുമ്പോഴാണ് കർത്താവിന്റെ കൃപ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുക. ക്രൂശിക്കപ്പെട്ട അടിച്ചു തകർക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം നിനക്ക് കിട്ടണമെങ്കിൽ നീ നിന്റെ ശരീരത്തെ എളിമപ്പെടുത്തണം. അത് വചനം പറയാണ്: അലങ്കരിക്കാൻ ഇഷ്ടപ്പെടുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു: എന്റെ ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ
എസ്തേർ പലയാവർത്തി ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ, അങ്ങല്ലാതെ മറ്റാരും തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. എന്നിട്ട് അവൾ പറയുകയാണ്, അപകടം എന്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു. കർത്താവെ, അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്നും ഒരു ശാശ്വത അവകാശമായി തെരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പരമ്പരാഗതമായി ദൈവത്തെക്കുറിച്ച് തന്റെ പൂർവികന്മാര് പറഞ്ഞുകൊടുത്തത് ഹൃദയത്തിലെടുത്തു വെച്ച് ആ വിശ്വാസത്തിൽ, കേൾവിയിൽ നിന്ന് ഉയരുന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന എസ്തേറിനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്റെ മക്കൾ അത് കേട്ട് കേൾവിയിൽ നിന്നുള്ള വിശ്വാസത്തിലേക്ക്, വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് വീട്ടില് കർത്താവിന്റെ മുൻപിലിരിക്കുമ്പോ, ഈശോയുടെ മുമ്പില് പ്രാർത്ഥനയ്ക്കായി അണയുമ്പോ, മൊബൈലിലും പത്രം നിവർത്തി വെച്ചും പുസ്തകങ്ങൾ അടുത്തു വെച്ചും വായിച്ചും മെസ്സേജുകൾ നോക്കിയുമാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നതെങ്കിൽ വിശ്വാസം അവിടെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് വലിയൊരു സത്യമാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് ദൈവജനത്തെ പഠിപ്പിച്ച സ്വർഗം, തന്നിൽ നിന്ന് ദൈവജനം അകന്നു മാറി വിഗ്രഹങ്ങൾക്ക് പിന്നാലെ, മനുഷ്യകരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ, അചേതനങ്ങളായ വസ്തുക്കളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം ഏറെ വേദനിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവാരാധനയ്ക്കായുള്ള നമ്മുടെ സ്ഥാനം, നമ്മൾ കൊടുക്കുന്ന വലിയൊരു അവസ്ഥ എത്രമാത്രമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് വീണ്ടും അവള് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, കർത്താവെ, അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൽ അടിയറ വയ്ക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്കെല്ലാം പാവപരിഹാരം ചോദിച്ചു പ്രാർത്ഥിച്ചിട്ട് അവൾ ദൈവത്തിന് മുമ്പിൽ വയ്ക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്കെതിരെ ഉയർന്നിൽക്കുന്ന ശത്രുക്കൾ, അല്ലെങ്കിൽ ഞങ്ങളെ ചീറ്റ് ചെയ്യുന്നവര്, ഞങ്ങളെ ഭാരപ്പെടുത്തുന്നവരൊക്കെ, കർത്താവെ, അവർ വിജയിക്കാൻ അങ്ങ് അനുവദിക്കരുത്. അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൽ അടിയറ വയ്ക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ വചനങ്ങളൊക്കെ വരട്ടെ. കർത്താവെ, നിന്റെ മുമ്പില് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തിന്മയ്ക്കെതിരെ ഞാൻ പോരാടുകയാണ്. കർത്താവെ, എനിക്ക് ശക്തി തരണം, എനിക്ക് ബലം തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുത്. അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ കർത്താവെ, അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണം. ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്കൊരു പാഠമാക്കണേ കർത്താവെ. അങ്ങിതെല്ലാം ഓർക്കണം. ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വെളിപ്പെടുത്തലിനായി യോഗ്യമാക്കണേ കർത്താവെ. വീണ്ടും അവള് പ്രാർത്ഥിക്കുകയാണ്, സകല അധികാരത്തിന്റെയും അധിപനെ എനിക്ക് ധൈര്യം പകരണമേ എന്ന് അവള് പ്രാർത്ഥിക്കുകയാണ്. സിംഹത്തിന്റെ മുമ്പിൽ എനിക്ക് ഭാഷണ ചാതുര്യം നൽകണമേ കർത്താവെ. സകല അധികാരത്തിന്റെയും അധിപനെ എനിക്ക് ധൈര്യം തരണമേ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി ധൈര്യം ചോർന്നു പോകുമ്പോൾ കർത്താവിന്റെ മുമ്പിലേക്ക് കണ്ണുകൾ ഉയർത്തി നീ പ്രാർത്ഥിക്കണം. സകല അധികാരത്തിന്റെയും അധിപനെ എനിക്ക് ധൈര്യം പകരണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. വീണ്ടും 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണം. കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ അവിടുന്ന് സഹായിക്കണം. അതെല്ലാം അറിയുന്നുണ്ടല്ലോ കർത്താവെ. ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അവർ ചെയ്തവരെയും വിശേഷികളെയും കിടക്കുകയും വെറുക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. തന്റെ ജീവിതത്തിൽ താൻ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ താൻ ഏറ്റെടുക്കുന്ന ആ സഹനങ്ങള്, സാക്രിഫൈസുകളെല്ലാം അവൾ കർത്താവിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. 18-ാമത്തെ വചനം കാണുകയാണ്, ദൈവമായ കർത്താവെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാളു മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായൊരു വചനമാണ്. കർത്താവെ,
അങ്ങിലല്ലാതെ മറ്റൊന്നിലും ഈ ദാസിക്ക് ആനന്ദമില്ല. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇന്ന ദിവസം നീ വചന ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ ഈ എസ്തേർ പ്രാർത്ഥിച്ചതുപോലൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയാകാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടില് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മക്കള് ടെൻഷനും ആകുലതയും ഭാരവുമുണ്ട്. പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാകും. ഡ്രഗ്സിനും മയക്കുമതിനും അടിമപ്പെട്ട മക്കളുണ്ടാകും. അല്ലെങ്കിൽ വലിയ കടബാധ്യതയുടെ നടുവിൽ നിൽക്കുന്നവരുണ്ടാകും. വിശ്വാസത്തിന് വേണ്ടി പോരാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അങ്ങനെ പല വിധത്തില് ഭാരപ്പെടുന്ന അനേകം ജീവിതങ്ങളെ ദൈവകരങ്ങളിലോട്ട് കൊടുത്ത് ഇന്നേ ദിവസം ഈ എസ്തേറിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം കൊടുത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും കർത്താവിന്റെ സ്നേഹത്തിന്റെ ചെങ്കോല് നീട്ടപ്പെടുവാൻ ആഗ്രഹിച്ച് കർത്താവിന്റെ മുൻപില് ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ മടക്കാം. കർത്താവെ, പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഇന്ന് കർത്താവെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. കർത്താവെ, സ്വർഗം തുറക്കണേ. കർത്താവെ, ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ധൈര്യം കൊടുക്കണേ. കർത്താവെ, കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ എളിമപ്പെടുത്തി ഞങ്ങളുടെ മനസ്സിനെ ആഴമായ അനുതാപത്തിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരുണയായിരിക്കണേ ഈശോ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണല്ലോ കർത്താവേ മഹത്വമുണ്ട്. തലങ്ങളിലേക്ക്, പാപത്തിലെ തലങ്ങളിലേക്ക് കുരിശിന്റെ കരുണ നിറയട്ടെ. അപ്പ ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിലേക്ക് മക്കളെല്ലാം നിറയട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നിറയട്ടെ. ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ വ്യക്തമായി കേൾക്കുവാൻ, വ്യക്തമായി കാണുവാൻ, വ്യക്തമായി അറിയുവാൻ ഓ കർത്താവെ വലിയ കൃപ നിറയ്ക്കണമേ, വലിയ കൃപ നിറയ്ക്കണമേ. കർത്താവെ, നിന്റെ കുരിശിന്റെ യാത്രയെ ധ്യാനിക്കാൻ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. കൈകളടിച്ച് കർത്താവിനെ